യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടി. വധശിക്ഷ ഒഴിവാക്കുന്നതിനായി കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ചർച്ച തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനി പണ്ഡിതൻ ഉമർ ഫഹീദിന്റെ പ്രതിനിധികളാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്നത്. മനുഷ്യൻ എന്ന നിലയിലാണ് ഇടപെട്ടതെന്ന് കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനിരുന്നത്. ഇതിനിടെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ച പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ തീരുമാനിച്ചത്. കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലിനെ തുടർന്ന് യമനി പണ്ഡിതൻ ഉമർ ഹഫീദിന്റെ പ്രതിനിധികൾ യമനിലെ ദമാറിലെത്തി തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തിയതാണ് നിർണായകമായത്. ഇന്നലെ തുടങ്ങിയ ചർച്ച ഇന്നും തുടർന്നു. ഇതുവരെ മധ്യസ്ഥ ചർച്ചകളുമായി സഹകരിക്കാതിരുന്ന തലാലിന്റെ കുടുംബത്തെ ചർച്ചയ്ക്കെത്തിക്കാനായതാണ് വലിയ നേട്ടമായത്. കേസിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറായാൽ വധശിക്ഷ ഒഴിവാകും. ദിയാദന ആവശ്യപ്പെട്ടാൽ അതുകൂടി നൽകിയാൽ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാം. വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിയത് ചർച്ചകൾക്ക് കൂടുതൽ അവസരമൊരുക്കും. ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ. യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. വധശിക്ഷ നീട്ടിയതും ചർച്ചകൾ പുരോഗമിക്കുന്നതും നല്ല സൂചനയാണെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതികരിച്ചു. ഇനിയുള്ള ചർച്ചകൾക്കകത്തും ഇത്തരത്തിലുള്ള യമനി സർക്കാരിൻ്റെയും അവിടെയുള്ള മതനേതൃത്വത്തിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളൊരു ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. 2017 യമനി പൗരൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ചേർത്താണ് നിമിഷപ്രിയ ജയിലിലാകുന്നത്. 2020 വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.